നമസ്കാരം. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചു. ആദായ നികുതി പരിധിയിൽ ഒരു മാറ്റവും നിർദ്ദേശിക്കാതെയാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകളിലും മാറ്റമില്ല. ടാക്സ് സ്ലാബുകളിൽ മാറ്റമില്ല എന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ആദായ നികുതി റീഫണ്ട് ഇപ്പോൾ 10 ദിവസത്തിനുള്ളിൽ നൽകാനാകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഈ ബജറ്റിലെ ചില പ്രധാന വിവരങ്ങൾ പരിശോധിക്കാം. ഇറക്കുമതി തീരുവ ഉൾപ്പെടെയുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ നികുതി നിരക്കുകളിൽ മാറ്റമില്ലാതെ തുടരും. ടാക്സ് നിരക്കുകളിൽ മാറ്റമില്ല. 3 പ്രധാന റെയിൽവേ സാമ്പത്തിക ഇടനാഴി പദ്ധതികൾ നടപ്പിലാക്കും. ജൂലൈയിലെ സമ്പൂർണ്ണ ബജറ്റിൽ തങ്ങളുടെ സർക്കാർ വികസിത് ഭാരത് പിന്തുടരുന്നതിനുള്ള വിശദമായ റോഡ് മാപ്പ് അവതരിപ്പിക്കുമെന്നും ധനമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. നിലവിലുള്ള ആശുപത്രി അടിസ്ഥാന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. പ്രശ്നങ്ങൾ പരിശോധിച്ച് പ്രസക്തമായ ശുപാർശകൾ നൽകുന്നതിന് ഇതിനായി ഒരു കമ്മിറ്റി രൂപീകരിക്കും. സാമൂഹ്യനീതി വലിയൊരു രാഷ്ട്രീയ മുദ്രാവാക്യമായിരുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യനീതി ഫലപ്രദവും അനിവാര്യവുമായ ഭരണ മാതൃകയാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ആശാവർക്കർമാരെയും അംഗൻവാടി ജീവനക്കാരെയും ഉൾപ്പെടുത്തും. പുരപ്പുറ സോളാർ പദ്ധതിയിലൂടെ 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി ലഭ്യമാക്കും. കോവിഡ് മൂലമുള്ള വെല്ലുവിളികൾക്കിടയിലും പ്രധാനമന്ത്രി ആവാസ് യോജന റൂറൽ പദ്ധതി തുടർന്നു. 3 കോടി വീടുകൾ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിലേക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ 2 കോടി വീടുകൾ കൂടി നൽകും. 10 വർഷത്തിനിടെ വനിതാ സംരംഭകർക്ക് 30 കോടി മുദ്രാ യോജന വായ്പ അനുവദിച്ചു. സമ്പദ്വ്യവസ്ഥ മികച്ച രീതിയിലാണ്. വിലക്കയറ്റം നിയന്ത്രിക്കാനായി എന്നും ധനമന്ത്രി വ്യക്തമാക്കി. അടുത്ത 5 വർഷം അഭൂതപൂർവമായ വികസനത്തിന്റെ വർഷങ്ങളായിരിക്കുമെന്നും ധനമന്ത്രി അവകാശപ്പെട്ടു. GDP, ഭരണനിർവഹണം, വികസനം, പ്രകടനം എന്നിവയിൽ സർക്കാർ ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 7 IIT-കൾ, 16 IIIT-കൾ, 7 IIM, 15 AIIMS എന്നിവ സ്ഥാപിച്ചു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം സാധ്യമാക്കും. ഏഷ്യൻ ഗെയിംസിലും ഏഷ്യൻ പാരാ ഗെയിംസിലും എക്കാലത്തെയും ഉയർന്ന മെഡൽ നേട്ടം ഇന്ത്യ കൈവരിച്ചു. 78 ലക്ഷം തെരുവ് കച്ചവടക്കാർക്ക് വായ്പ നൽകി. കാർഷിക മേഖലയിൽ ആധുനികവൽക്കരണം നടത്തി. 11 കോടി 8 ലക്ഷം കർഷകർക്ക് നേരിട്ട് സഹായം നൽകി. ഇനി മറ്റു ചില പ്രധാന പ്രഖ്യാപനങ്ങൾ കൂടി. ക്ഷീര കർഷകരുടെ ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കും. സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കൂട്ടും. മത്സ്യസമ്പദ് പദ്ധതി വിപുലമാക്കും. കൂടുതൽ മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമാക്കും. 1 കോടി വീടുകളിൽ സോളാർ പദ്ധതി. കിഴക്കൻ മേഖലയെ കൂടുതൽ ശാക്തീകരിക്കും. 5 ഇൻ്റഗ്രേറ്റഡ് മത്സ്യ പാർക്കുകൾ യാഥാർത്ഥ്യമാക്കും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി പാലുൽപാദനം കൂട്ടും. സുരക്ഷിത യാത്രയ്ക്കായി 40,000 ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലാക്കും. വിമാനത്താവള വികസനം തുടരും. വൻ നഗരങ്ങളിലെ മെട്രോ വികസനം തുടരും. വ്യോമഗതാഗത മേഖല വിപുലീകരിക്കും. കൂടുതൽ വിമാനത്താവളങ്ങൾ യാഥാർത്ഥ്യമാക്കും. വാഹനരംഗ മേഖല വിപുലമാക്കും. കൂടുതൽ എയർപോർട്ടുകൾ നവീകരിക്കും. വിനോദസഞ്ചാര മേഖലയിൽ നിക്ഷേപം. സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കും. 50 വർഷത്തിന്റെ പരിധി സംസ്ഥാനങ്ങൾക്ക് വായ്പ. പലിശരഹിത വായ്പ അനുവദിക്കും. ജനസംഖ്യാ വർധന പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കും. ലക്ഷദ്വീപിനെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നും കേന്ദ്ര ഇടക്കാല ബജറ്റിൽ ധനമന്ത്രി വ്യക്തമാക്കി. ആത്മീയ ടൂറിസത്തിന് ഊന്നൽ നൽകിയായിരിക്കും ഇനിയുള്ള ടൂറിസം മേഖലയിലെ പ്രവർത്തനങ്ങൾ. സംസ്ഥാനങ്ങൾക്ക് ടൂറിസം രംഗത്ത് ദീർഘകാല വായ്പകൾ നൽകും. പ്രാദേശിക ടൂറിസം പ്രോത്സാഹിപ്പിക്കും. ടൂറിസം മേഖലയിൽ വിദേശ നിക്ഷേപം സ്വീകരിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. നവീകരിക്കുക, നടപ്പാക്കുക, മാറ്റം വരുത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് ധനമന്ത്രി ബജറ്റ് അവതരണത്തിൽ പറഞ്ഞു. സെർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിന് വാക്സിൻ ലഭ്യമാക്കും. ഗർഭിണികൾക്കും ശിശുക്കൾക്കും പുതിയ പദ്ധതി ആവിഷ്കരിക്കും. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ആശാവർക്കർമാരെ ഉൾപ്പെടുത്തി. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുമെന്ന വമ്പൻ പ്രഖ്യാപനവും ധനമന്ത്രി നടത്തുന്നുണ്ട്. രണ്ടാം NDA സർക്കാരിൻ്റെ അവസാന പാർലമെന്റ് സമ്മേളനത്തിലെ ഇടക്കാല ബജറ്റാണ് ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ചത്. വനിതാ ശാക്തീകരണത്തിനായി നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നുവെന്നും ഗ്രാമീണ മേഖലയിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ അനുവദിച്ച വീടുകളിൽ 70% ഉടമകൾ വനിതകളാണെന്നും ധനമന്ത്രി അവകാശപ്പെട്ടു. ടൂറിസം വികസനത്തെ ലോക നിലവാരത്തിലേക്ക് എത്തിക്കുകയാണ് ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. സംസ്ഥാനങ്ങൾക്ക് ലോണുകൾ അനുവദിക്കുന്നതിലൂടെ പ്രാദേശിക ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. ആധ്യാത്മിക ടൂറിസം പ്രാദേശിക സർക്കാരുകൾക്ക് നേട്ടമാകുമെന്ന് ധനമന്ത്രി അവകാശപ്പെട്ടു. കഴിഞ്ഞ 10 വർഷത്തിലെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ധനമന്ത്രി ഇടക്കാല ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല. കാരണം ഇത് സമ്പൂർണ്ണ ബജറ്റ് അല്ല. സമ്പൂർണ്ണ ബജറ്റ് അല്ലാത്തതിനാൽ തന്നെ ഇതൊരു പ്രകടന പത്രിക മാത്രമായാണ് കണക്കാക്കുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ സർക്കാർ പൊതു തെരഞ്ഞെടുപ്പിന് ഇടക്കാല ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. വരുന്ന സർക്കാർ ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും.